അമ്മേ ഞാൻ പോവാ, എന്നെ ആരും തിരക്കണ്ട. ശ്രീകുട്ട, ശ്രീകുട്ട, എടി ഇങ്ങോട്ട് വന്നേ. ദേ വിഷ്ണു എഴുതി വെച്ചിട്ട് പോയിരിക്ക. ഞാൻ പോവാ, എഴുതിയടാ? നീ എഴുതിയാണ്? പിന്നെ വിഷ്ണു എഴുതിയിരിക്കണ കണ്ടില്ലേടാ? അതാവും ചുമ്മാ എഴുതിയായിരിക്കും. ഇവിടെ എവിടെയും കാണും ചേച്ചി, നോക്കാം. വിഷ്ണു നോക്കാൻ പോയ ശ്രീകുട്ടനെയും കാണുന്നില്ല. എന്റെ കുഞ്ഞ് എവിടെ പോയി കാണോ? അവൻ വരും, മുടിവെട്ടി കാണും. വീട്ടിൽ വരാനുള്ള ചമ്മലുണ്ട്, ഏതെങ്കിലും കൂട്ടുകാരെ വീട്ടിൽ പോയി നിൽക്കായിരിക്കും. ഞാൻ പുതിയതായിട്ട് തുടങ്ങിയ ബ്യൂട്ടി പാർലറും ബാർബർ ഷോപ്പിലൊക്കെ പോയി അന്വേഷിച്ച് അവിടെ ഒന്നും ഇല്ല. ശ്രീ ഇവിടെ കിടന്ന് ഉറഞ്ഞുള്ളി അവനെ ഓട്ടിച്ച് വിട്ട് എടുത്ത് പോയി അന്വേഷിക്കാൻ പറ. എനിക്കിവിടെ ആരും അന്വേഷിക്കാൻ നേരമൊന്നുമില്ല. പോയമാർ അതുപോലെ തിരിച്ചു വരും. പിന്നെ എന്നെ ആരും പേടിപ്പെടുത്താൻ നോക്കണ്ട. പെരട്ടൊക്കെ പാല് കുറെ കണ്ടതാണ്. നിങ്ങൾ എന്റെ കൊച്ചിനെ എവിടെയെങ്കിലും പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നോക്ക്. അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ അവൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടാ പോയത്. നിങ്ങൾ കാരണം അവരോട് ഇറങ്ങി പോയത്. പിന്നെ മുടി വെട്ടാൻ പറഞ്ഞ് ഞങ്ങൾ പുറപ്പെട്ട് പോയതല്ലേ. രണ്ടുപേരും കൂടെ തർക്കിച്ചോണ്ട് നിന്നോ, അപ്പോഴത്തെ അവൻ കേരള സംസ്ഥാനം വിടും. കുട്ട ഒന്ന് അന്വേഷിക്കടാ, ആരെയും വിളിച്ചു നോക്കൊന്ന്. നീ പേടിക്കണ്ട, നമുക്ക് അന്വേഷിക്കാം നമുക്ക്. മാമ, അവന്റെ ഫ്രണ്ട്സ് ഒന്ന് വിളിച്ചു ചോദിച്ചാലോ? നമ്പർ എവിടെ? അവന്റെ ഫോൺ ഇവിടെ വെച്ചിട്ടാ പോയെ. എടുത്തിട്ട് വാ പെട്ടെന്ന്. ഞാൻ നമ്പർ എടുത്തിട്ട് വരാം. അവന്റെ ഇവിടെ വരുന്ന ഫ്രണ്ട് ഉണ്ട്, എന്ത് പേരെന്തത്? നീരജ്. നീരജ? എല്ലാവന്മാരും കണക്കി തന്നെ. നീരജ്. കുട്ട ഇവരുടെ വീട്ടിലൊന്ന് വിളിച്ചു നോക്കിയോ? ബാലുവിന്റെ വീട്ടില്. നിങ്ങളെവിടെ വിളിച്ചു നോക്ക്. ഞാൻ വിളിക്കാം, പെട്ടെന്ന് വിളിടാ. അവിടെ ആരും ഇല്ലേ? എവിടെ? ഞങ്ങളുടെ ഇറങ്ങി ആരും എടുക്കണില്ല. ആരെവിടെ വിളിച്ചത്? അത് വല്ല പാടത്താ വയലിലൊക്കെ ആയിരിക്കും. നമ്മളെ വീട്ടിൽ വിളിക്ക്. വീട്ടിലുണ്ടാവൂലല്ലോ ഒരു സമയം ഒറ്റെണ്ണം. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? ഞങ്ങളുടെ കുട്ടിയെ കാണാനില്ല. എന്നെങ്ങാനും നമ്മൾ പോലീസുകാരോട് വിളിച്ച് പറഞ്ഞാൽ ഒരു ബറ്റാലിയൻ പോലീസ് ഇവിടെ എത്തും. പിന്നെ ചോദ്യമായി, ഉത്തരവായി, അന്വേഷണമായി. ഈ ഒരൊറ്റ രാത്രി കൊണ്ട് ലോകം മുഴുവൻ ഇത് അറിയുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ പോലീസിൽ അറിയിക്കണ്ട എന്നല്ല, നമുക്കൊന്നുകൂടെ ഒന്ന് അന്വേഷിക്കാം. എന്നിട്ട് നമുക്ക് രാവിലെ സ്റ്റേഷനിൽ അറിയിക്കാം. പോരെ? നീലു, കരയല്ലേ? അളിയും മിണ്ടാരി, കരയല്ലേ പോലും. ഷോ കാണിക്കാൻ വേണ്ടി കൊച്ചിനെ വരട്ടി ഓടിച്ച് വിട്ടിട്ട് കരഞ്ഞാൽ നല്ല വിഷമം മാറൂ. കരയല്ലേ ചേച്ചി, കരയല്ലേ? ഇതല്ലേ ഞാനും പറഞ്ഞത്, കരയല്ലേ ഇത്? പിന്നെ എനിക്ക് കരയാൻ പറയാൻ പറ്റുമോ? അളിയാൻ കൊള്ളാല്ല, കണ്ണീര് കാണാൻ വേണ്ടിട്ട് അങ്ങനെ നോക്കിയിരിക്കുകയാണ്. നീ എന്താ തിരിച്ചു മറിച്ചും പറയണേ? അച്ഛനും മാമനും നിർത്തോ? ഈ പ്രശ്നത്തിന്റെ ഇടയിൽ നിങ്ങൾ തമ്മിലുള്ള ഈഗോ വർക്കൗട്ട് ചെയ്യാൻ നോക്കല്ലേ? ശാന്തി ചിറ്റയാ? ആ ചിറ്റേ. എപ്പോ? എന്നിട്ട്? ഒന്നുമില്ല. ആണോ? പോയോ എന്നിട്ട്? ഇവിടെ പ്രശ്നമൊന്നുമില്ല. അച്ഛനും മോനും തമ്മിൽ ചെറുതായിട്ടൊരു മുടിയുടെ കാര്യം പറഞ്ഞിട്ട്. ചിറ്റ അവൻ വരികയാണെങ്കിൽ ഒന്ന് വിളിക്കുമോ ഇങ്ങോട്ട്? ഞാനും വിളിക്കാം. ശരി.